ഇവിടെ നമുക്ക് 3 സ്ഥലങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാണാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളല്ല, പാകിസ്ഥാനിലുള്ള സ്ഥലങ്ങളാണ്. ലാഹോർ 890 കിലോമീറ്റർ, കറാച്ചി 696 കിലോമീറ്റർ, ഇസ്ലാമാബാദ് 1096 കിലോമീറ്റർ. അപ്പോൾ ഞാനിപ്പോഴുള്ളത് ലോങ്കോവാല എന്ന സ്ഥലത്താണ്. ഇത് ലോങ്കോവാലയിലെ മയിൽക്കുറ്റിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇൻഡോ പാക് വാറിൽ അതിൻ്റെ ഒരു മെമ്മറിയാണ് ഇവിടെ ലോങ്കോവാലയിൽ നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് ആ വാർ മെമ്മോറിയൽ. അപ്പോൾ അന്ന് ഉപയോഗിച്ച ടാങ്കുകളും യുദ്ധോപകരണങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ലോങ്കോവാലയിലെ ആ വാർ മെമ്മോറിയൽ. അപ്പോൾ 2021 ഡിസംബർ 5-ാം തീയതിയാണ് ഈ ഒരു സ്മാരകം ദേശത്തിന് വേണ്ടി സമർപ്പിച്ചത്. നമ്മൾ കയറി വരുമ്പോഴേ നമുക്ക് വലതുവശത്ത് കാണാൻ പറ്റുന്നത് ഒരു കിണറാണ്. ഈ കിണറിന് ഒരു ചരിത്രം പറയാനുണ്ട്. 1971 വരെ ഈ ലോങ്കോവാലയിലെ ഗ്രാമീണർ വെള്ളത്തിനായിട്ട് ആശ്രയിച്ചിരുന്ന ഏക കിണറാണിത്. പക്ഷേ 1971 പാകിസ്ഥാൻ ആർമി യുദ്ധത്തിൽ തോറ്റപ്പോൾ അവർ ഈ കിണറ്റിൽ വിഷം കലക്കുകയും അതിനുശേഷം വളരെ കാലങ്ങളോളം ഇവിടുത്തെ ജനങ്ങൾ ഇതിൽ നിന്ന് വെള്ളം എടുത്തിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ഇത് ശുദ്ധീകരിച്ചെങ്കിലും എന്നാൽ ജനങ്ങൾ ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ തയ്യാറാകാതിരിക്കുകയും അവർക്ക് വേണ്ടി ഇപ്പോൾ മറ്റു പല രീതികളിലുമുള്ള ജലസ്രോതസ്സുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ 1971 മുതൽ വെള്ളമെടുക്കാത്ത ഒരു കിണറായിട്ട് ഈ കിണർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും വലിയൊരു കിണറാണ്. അപ്പോൾ ലോങ്കോവാലയിലെ ഗ്രാമവാസികളുടെ ഒരു ബുദ്ധിമുട്ടിന് കാരണമായ ഒരു കിണറാണിത്. പാകിസ്ഥാനികൾ നമ്മളോട് ചെയ്ത വലിയൊരു ക്രൂരത, ഒരു ഗ്രാമത്തിനോട് ചെയ്ത വലിയൊരു ക്രൂരത. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ടാണ്, ഈ കിണറിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. 1971 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ പീരങ്കികളും കാര്യങ്ങളുമൊക്കെയാണ്. ഇതാണ് ആ പീരങ്കി. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.